ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു അസ്നാസ് കിച്ചൺ. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ബ്രെഡ് വെച്ചിട്ട് സ്നാക്ക് ഉണ്ടാക്കിയാലോ, ലഞ്ച് ബോക്സിലോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇതിനായിട്ട് ഞാൻ എന്താ ഒരു 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്, പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു കൈപ്പിടി മല്ലിയില, പിന്നെ ഒരു 1.5 വല്യുള്ളി ചോപ്പ് ചെയ്തത്, പിന്നെ ഞാൻ എന്താ ഗ്രീൻ പീസിൻ്റെ വേവിച്ചെടുത്തിട്ടുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെയൊക്കെ കറിയിൽ ഗ്രീൻ പീസ് ബാക്കി വന്നാലൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കും ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്തിട്ടുള്ള വല്യുള്ളി കുറേശ്ശെ ആയിട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ വല്യുള്ളി വാടുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ജസ്റ്റ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ, എന്നാൽ പെട്ടെന്ന് വാടിക്കിട്ടും. അപ്പോൾ വല്യുള്ളി വാടുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിതാ നമ്മൾ വേവിച്ചുടച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഗ്രീൻ പീസ് വേവിച്ചതെടുത്തിട്ടുള്ള അതും കൂടി ഇതിലേക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരിവാക്കിയെടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ ആയി കിട്ടും. ഇനി നമ്മൾ വാടി വന്ന വല്യുള്ളിയിലേക്ക് ഒരു പകുതിയോളം വാടി വന്നാൽ മതി. അതിലേക്ക് നമുക്ക് ഈ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. ഇനി അല്പം ഒരു 1/4 ടേബിൾ സ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മസാലക്കൂട്ട് ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ. അതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പച്ചമുളകും കൂടി ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ബ്രെഡിൻ്റെ സ്ലൈസസ് എടുക്കുക. ഇതിൻ്റെ അരിക്ക് ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ അരികുകളൊക്കെ നമ്മൾ ബ്രൗൺ കളറിലുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയെടുക്കുക. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈസി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനോ ബീഫോ ഒന്നുമില്ലെങ്കിലും ഇതുപോലെ സ്നാക്ക് ഉണ്ടാക്കി കൊടുത്താൽ മക്കൾ നന്നായിട്ട് കഴിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടാതെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ഞാൻ എന്തത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. വീണ്ടും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു ബ്രെഡിനെ 4 പീസാക്കി മാറ്റണം. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതല്ല, ഇങ്ങനെ ട്രയാങ്കിൾ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇനി നമുക്കതിൽ നിന്ന് ഒരു 4-5 പീസൊക്കെ ഒരുമിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പീസ് എടുത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയില്ലേ, നമ്മൾ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും വെച്ചിട്ടുള്ള മസാല ഇതുപോലെ നമ്മൾ ഓരോ ടീസ്പൂണൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വീണ്ടും ഇതിന് മുകളിൽ ഓരോ ബ്രെഡായിട്ട് വെച്ച് കൊടുക്കുക. വീണ്ടും നമ്മുടെ ആ ഒരു മസാലക്കൂട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ ഇത് ലെയറാക്കി ഒരു 4-5 സ്ലൈസ് ബ്രെഡ് വെച്ചിട്ടെടുത്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഈസി അല്ലേ? അപ്പോൾ ഇതുപോലെ ഞാൻ കാണിക്കുന്ന പോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അത് 3 വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു 6 പീസ് വെച്ചിട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് ഇങ്ങനത്തെ സ്റ്റിക്കില്ലേ, ഗ്രില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റിക്ക്, നമ്മുടെ ടിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഇങ്ങനത്തെ സ്റ്റിക്കോ അല്ല എന്നുണ്ടെങ്കിൽ വുഡിൻ്റെ നമ്മുടെ ടൂത്ത് പിക്കിൻ്റെ വലിയൊരു കോലുണ്ടാവില്ലേ, അങ്ങനത്തോ അല്ലെങ്കിൽ പപ്പടക്കോലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ 5 ബ്രെഡിൻ്റെ സ്ലൈസ് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ബാക്കി സ്ലൈസ് ബ്രെഡുകളൊക്കെ നമ്മുടെ മസാല ഫില്ലിങ് വെച്ച് ഇതുപോലെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഈസി അല്ലേ? ഇനി ഇതിൻ്റെ വക്കുകളൊക്കെ ഒന്ന് അല്പം ഒന്ന് കാണാനുള്ള ഭംഗിക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ ഒരേ ഒരു ലെവലിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ നമുക്ക് ഇതുപോലെ 4 സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ ഗ്രില്ലൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ
കോലുണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടൂത്ത് പിക്കിൻ്റെ വലിയ സൈസ് ഇതുപോലത്തെ പീസ് ഉണ്ടാവും, അങ്ങനത്തേക്ക് എടുക്കാം. അപ്പോൾ അത് അതിനുശേഷം ഞാനൊരു ഗ്രിൽ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്ലെങ്കിൽ സാധാ ഫ്രൈ പാൻ ആയാലും കുഴപ്പമില്ല, അതിലേക്ക് അല്പം ബട്ടർ ഒന്ന് തടവി കൊടുക്കാം. ഒരു ചെറിയ പീസ് എടുത്ത് ബട്ടർ നന്നായിട്ടൊന്ന് തടവി കൊടുത്തത് ആ ബട്ടറൊക്കെ മെൽറ്റായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ആ ഒരു ലെയർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുത്ത് 2 വശവും തിരിച്ചും മറിച്ചും 4 വശം ഉണ്ടാവും. അപ്പോൾ തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ബട്ടറിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ മസാലകളും ബ്രെഡും ഒക്കെ അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഈസി സ്നാക്കല്ലേ. അപ്പോൾ ഇതുപോലെ എല്ലാ പീസുകളും നമുക്ക് ഗ്രിൽ പാനിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ ടിക്ക ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ അത് 2 വശവും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഇതുപോലെ ചെയ്തെടുത്തു. അപ്പോൾ ഈസി അല്ലേ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ മക്കളുടെ ലഞ്ച് ബോക്സിലും അതേപോലെ ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ